എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമ ഇവിടെ. ഞാനേ ഒരു ചെടി നട്ടു. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലു. ഞാൻ ഇത് കൊല്ലോടാ, കൊല്ലോടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കാണ്. ഞാൻ എന്നിട്ട് അവരൊന്നും ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലെ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. ഇവിടെ അയ്യോ, I love you. I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ ഒന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ, എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നീ കേട്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു പറഞ്ഞു. ചിലപ്പോ ഡിക്കമ്മയ്ക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. നോൺസെൻസ്. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. ദേ, കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ
ആ